ലോകത്തിന് മുന്നിൽ അരങ്ങ് തകർത്ത് ഭാരതത്തിന്റെ ഖ്യാതി ലോകമെമ്പാടും എത്തിച്ച കഥകളി. കളിത്തട്ടിൽ പണ്ഡിത സദസ്സുകളെ പുളകം കൊള്ളിച്ച ചാക്യാർ കൂത്തും അധികാരവർഗത്തിന്റെ ഗർവിനെതിരെ ആക്ഷേപഹാസ്യത്തിന്റെ രസച്ചരടരിച്ചുവിട്ട് അമ്പലപ്പുഴ കളിത്തട്ടിൽ പിറന്നു വീണ ഓട്ടം തുള്ളൽ ഇപ്പോൾ റീമിക്സുകളുടെ കാലം. ഭാവം നടിച്ച് നമ്മൾ കേരളീയർ നമ്മുടെ തനത് കലകൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഈ കലകൾക്ക് മുൻപ് അറിവും അക്ഷരവും മന്യമായി നിന്നിരുന്ന മണ്ണിന്റെ മക്കളുടെ ഒരു തലമുറ നെഞ്ചോട് ചേർത്ത് പാടിയ നാടൻ പാട്ടുകൾ. അറിയാതെ അത് ഉപജീവനമാക്കി മാറ്റിയ ഒരു നാടൻ പാട്ട് കുടുംബത്തിലേക്ക് ഒളിച്ചോടി പോയതിനെ അച്ഛൻ പുളിപൊടി കൊണ്ട് തല്ലിയതാ. അനിയത്തി ഒളിച്ചോടി പോയത് എന്തിനാടി നിന്നെ തല്ലുന്നത്? അതെ, അവളുടെ അത്രയും ബുദ്ധിയും വിവരവും എനിക്കില്ലെന്നും പറഞ്ഞാ അടിച്ചത്. അത്താഴത്തിന് കഞ്ഞി വെക്കാനുള്ള നെല്ലെടുക്കുമ്പോഴെങ്കിലും നിന്റെയൊക്കെ നാളെപ്പാട്ടൊന്ന് നിർത്തിക്കൂടെ? അച്ഛാ, അത് അരിയിടിക്കല്ല, അച്ഛന് വൈകിട്ട് കഴിക്കാനുള്ള ഷവർമ ഇടിക്കുക അവര്. ഓ, നീയൊക്കെ എന്റെ മംഗളം പാടിയേ അടങ്ങത്തുള്ളൂ. നീ എന്താ എന്റെ പുറകെ നടക്കുന്നു? ഞാനല്ലല്ലോ, അച്ഛനല്ലേ എന്റെ മുമ്പിൽ കയറി നടക്കുന്നേ. നിന്റെ ചേച്ചി നീ ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണ്. നീ നിന്റെ അമ്മച്ചേന്ന് വിളിച്ചേ? വെറുതെ ഒന്നും വിളിച്ചാൽ അമ്മ വരികയല്ല, വിളിക്കേണ്ട രീതിയിൽ വിളിച്ചാലേ അമ്മ വരൂ. നിങ്ങൾ ഇന്നലെ രാത്രിയിലേ എന്തിനാ എന്റെ വയറ്റിൽ തല വെച്ച് കിടന്നത്? നിങ്ങൾ എന്നോട് ഇങ്ങനെ വായിട്ടലിക്കാതെ പെട്ടെന്ന് പോയി റെഡിയാവാൻ നോക്ക്. ഇന്നേ ആ സായിപ്പ് ഇവിടെ റെയ്ഡിന് വരുന്നെന്നാ കേട്ടത്. നിങ്ങൾ എന്തോ പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ ആ സായിപ്പിനെ ഈ വീട്ടിൽ കേട്ടത്തില്ല. അയാളെ വലിയ എത്തിനോട്ടക്കാരനാണെന്നാ അയൽക്കൂട്ടത്തിലെ സുലോചന പറഞ്ഞത്. ഓ, എത്തിനോട്ടക്കാരനല്ല, എത്യോപ്യക്കാരൻ.
അയ്യോ പറഞ്ഞു തീർന്നില്ല, ദേ സായിപ്പിങ് എത്തി. എടി വിജയമ്മേ, നീ മരം പോലെ നിൽക്കാതെ സായിപ്പിനെ സ്വീകരിച്ചിരുത്ത്. ദേ ഇപ്പൊ സ്വീകരിക്കാം. വിജയമ്മ, ഞങ്ങൾ വന്നത് നാടൻ പച്ചിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനാണ്. അതെന്താ കൊച്ചേട്ടാ, വാ നമുക്ക് ചർച്ച ചെയ്യാം. What? വെറുതെ പറഞ്ഞതാ. Okay, അതിനു മുൻപ് നിങ്ങളുടെ ധനധുകല തെയ്യം കോലം എനിക്ക് കാണണം. എടി വിജയമോ, ആ തെയ്യം ഒന്ന് കാണിച്ചേ. ഇതാണ് തെയ്യം. അപ്പോ കോലം വേദിക്കുന്നു തേക്കോലം. അതല്ല ഞാൻ ചോദിച്ചത്, ഒറിജിനൽ കോലം. കോലം ആ ഇപ്പഴാ ഓർത്തത്. എടാ ഉപ്പരി ഓമനക്കുട്ടാ, ആ കോലം ഇങ്ങ് എടുത്തേ. What is this? ഈ കോലമേ അവിടുന്ന് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും എടുക്കാറില്ല. പിന്നെ സായിപ്പ് നിർബന്ധിച്ച കാരണം ഞങ്ങൾ എടുത്തോണ്ട് വന്നതാ. അയ്യോ, സായിപ്പ് കൊച്ചേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മദാമേച്ച എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ട്രിവാൻഡ്രത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നും ഇവൾ ഇന്നലെ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഇവൾ വാ തുറന്നിട്ടേയില്ല. ബ്യൂട്ടിഫുൾ കലകളി. ഓ, എന്റെ സായിപ്പ് അത് കാളകളിയൊന്നും അല്ല. നാടൻപാട്ട് ട്രൂപ്പിന് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് എടുക്കുവാളൊക്കെ ലോൺ എടുത്തത്. ഇങ്ങനെ ആ ലോണ് തിരിച്ചടയ്ക്കാതെ വന്നപ്പോഴേ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്തോണ്ട് പോകുവാ. Hey darling, നമുക്ക് കലകളിയെ പറ്റി ഒന്ന് റിസർച്ച് ചെയ്യാം. Come on. അച്ഛാ, ചേച്ചിയെ പെണ്ണ് കാണാൻ ചെറുക്കനും ബ്രോക്കറും വരുന്നു. ബ്രോക്കറെ, നിങ്ങൾ എന്നെ എത്ര താമസിച്ചേ? ആ മയിലാട്ടം കൊണ്ട കഥ പാടാതെ ഞങ്ങളുടെ മോക്കൊരു ചെക്കനെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ചെക്കൻ എവിടെ? ഇതല്ലേ ചെക്കൻ. അയ്യാ, ഇതാണാ ചെക്കൻ. പാട്ട് കേട്ടപ്പോ ഞങ്ങള് വിചാരിച്ചേ വല്ല പൊട്ടൻ നെയ്യാൻ തുള്ളിക്കൊണ്ട് വരുവാണെന്ന്. അല്ല, മോന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. ആരുമില്ലേ? അപ്പനില്ലേ തിന്താ, അയ്യോ ഞങ്ങൾക്കമ്മയില്ലേ തിന്താ, കഷ്ടം. ഞങ്ങൾക്കാരുമില്ലേ തിന്താര, ഞങ്ങളെങ്ങു പോണു നീ എങ്ങും പോകണ്ട. തിന്താര. അയ്യോ കഷ്ടം. എന്താ ഇവന്റെ വീട്ടിൽ ആരും ഇല്ലാത്തെ? ഇവന്റെ തലവട്ടം കണ്ടപ്പോഴേ ആ വീട്ടിലുള്ള എല്ലാവരുടെയും ഫീസടിച്ചു പോയി. ആ അതൊക്കെ പോട്ടെ, ചെക്കൻ എന്താ പണി? ഷെയർ മാർക്കറ്റില്ല. അപ്പൊ നല്ല വരുമാനമൊക്കെ ആയിരിക്കും അല്ലേ? പിന്നെ ഷെയർ കൂടി മാർക്കറ്റിൽ ഇരുന്ന് വെള്ളമെടുത്താൽ എന്നാ വരുമാനം കിട്ടാനാ? ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് എന്നെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ നാടൻ പാട്ടാശൻ ചെല്ലപ്പൻ. മോനെ, ആളെ കാണും പോലെ അല്ല, നല്ല സൈക്ക് ആർട്ടിസ്റ്റ് ആണോ? അതെ, എന്ത് സഹിക്കുന്ന ആർട്ടിസ്റ്റ്. ഇതോ ഇതോ ഇത് പെണ്ണിന്റെ ഒരേ ഒരു ആങ്ങളാ. എന്തായാലും ചെറുക്കനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ചെറുക്കന്റെ വീട് വരെ ഞങ്ങൾ വരാൻ തീരുമാനിച്ചു. അല്ലെ ബ്രോക്കറെ, ചെറുക്കൻ വെള്ളം അടിക്കൂ? അങ്ങനൊന്നുമില്ല. പിന്നെ 6 മണി കഴിഞ്ഞാൽ നിങ്ങൾ സമയം കളയാതെ പെണ്ണിനെ വിളിക്കുന്നേ. വിളിക്കാം മോളെ. ബ്രോക്കറെ, എങ്ങനെയുണ്ട് പെണ്ണ്? കൊള്ളാം. ചീഞ്ഞ ചാളയ്ക്ക്
പറഞ്ഞ് വാട്ട വാങ്ങാ കൂട്ട്. അച്ഛാ അതെ എനിക്ക് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. ആ ശരി, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് മാറിയിക്കാം. മോളെ, നിങ്ങൾ ഈ പെണ്ണിനെ കൂടി അങ്ങോട്ട് പോവാ? അല്ല നീയല്ലേ പറഞ്ഞത് ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കണമെന്ന്? അയ്യോ അതല്ല, എനിക്ക് പെണ്ണിന് ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കണമെന്നാ പറഞ്ഞത്. ഓ അങ്ങനെ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം, അവര് സംസാരിക്കട്ടെ. പെണ്ണേ, അപ്പോഴത്തേക്ക് തുള്ളിക്കൊണ്ട് ഇനി കയറി വരും. എടാ തുള്ളിക്കൊണ്ട് വന്നതല്ല, എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ വിവാഹം ഉറപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതൊക്കെ ഇരിക്കട്ടെ, എനിക്കെന്ത് സ്ത്രീധനം തരും? ഞങ്ങൾ ഈ നാടൻപാട്ട് കുടുംബമാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് ഒട്ടും കുറയ്ക്കുന്നില്ല. ജീവിതകാലം മുഴുവൻ സുഖമായി നാടൻപാട്ട് പാടി ജീവിക്കാൻ ഒരു തകിലും 2 മുളന്തടിയും 1 ലോഡ് കുരുത്തോലെ 4 എടുപ്പുകാളെ സ്ത്രീധനം തരും. പിന്നെ നാടൻ പാട്ടിന്റെ 2 CD-യും. എന്റെ അച്ഛാ, എനിക്ക് നിങ്ങളുടെ തകിലും മുളന്തടി കുന്തവും കുറച്ചക്കറോ ഒന്നും വേണ്ട. എനിക്കൊരു ഗിറ്റാർ മേടിച്ച് തന്നാ മതി. അന്തസ്സായിട്ട് റീമിക്സ് അടിച്ച് ഞാൻ നിങ്ങളുടെ മകളെ നോക്കിക്കൊള്ളാതെ. ചെല്ലപ്പായി, മണ്ണിന്റെ ഗന്ധമുള്ള നിങ്ങളുടെ നാടൻ പാട്ടുകൾ നിങ്ങൾ മറക്കുന്നു, അതിനെ മിസ്യൂസ് ചെയ്യുന്നു. ബട്ട് ഞങ്ങൾ അതിനെ റിസർച്ച് ചെയ്ത് ഈ പാട്ടുകളുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞു. ജൂലിയറ്റ്, carry on. Tectola paia virici, paia luru paranelu polici. Katukutara povaru, ningamavu maru ponne. Katukutaya povaru, ningamavu maru ponne. Ah, eh, oh, oh. സംരക്ഷിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ഒരു ജനതയുടെ സംസ്കാരമാണ്. ഈ കലകളുടെ മൂല്യം ചോർന്നു പോവാതിരിക്കാൻ ഞങ്ങൾ ഈ കണ്ണാടി സമൂഹത്തിന് നേരെ തിരിച്ചു പിടിക്കുന്നു.